ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ ബിറ്റ് ഓഫ് സ്റ്റൈലിംഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ എംബ്രോയ്ഡറി പാറ്റേൺ നോക്കാം. എംബ്രോയ്ഡറി പഠിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ എംബ്രോയ്ഡറി പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് കാന്താ വർക്ക് എന്നാണ് പറയുന്നത്. കാന്താ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കാന്താ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ മോട്ടീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമുക്ക് ബ്ലാക്ക് കളർ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കണം. അപ്പോൾ ബ്ലാക്ക് കളറിൻ്റെ പേൾ കോട്ടൺ, ആങ്കറിൻ്റെ പേൾ കോട്ടൺ സിംഗിൾ സ്റ്റാൻഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഈ കാന്താ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാന്താ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ ബ്ലാക്കിൽ കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി വരുന്നത് കൂടുതലും. അപ്പം ഇവിടെയും ഞാൻ ഔട്ട്ലൈൻ ബ്ലാക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മളുടെ സാരികൾക്കും ദുപ്പട്ടകൾക്കും അല്ലെങ്കിൽ നമ്മളുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ സൽവാറിൻ്റെ നെക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. കാരണം അധികം ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നുമല്ല, ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചാണ്. പക്ഷേ അതൊരു ക്രമത്തിലൊന്ന് കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാന്താ വർക്കിൻ്റെ ഒരു വെറൈറ്റീസ്, പല ടൈപ്പ് കാന്താ വർക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. കുറച്ച് പിക്ചേഴ്സ് ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്, ചിലത് ഞാൻ ചെയ്തതാണ്. അപ്പം ഒന്ന് നോക്കിക്കോളൂ അതെങ്ങനെയാണ് നമ്മളിതിൻ്റെ ഒരു ഫിനിഷിങ് വരുമ്പോൾ എങ്ങനെയാണ് ഇതിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഈ കാണാൻ പോകുന്ന ഫോട്ടോസ് മിക്കതും കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പ്രൊഫഷണൽ ഒന്നും അല്ലാത്തത് കൊണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇത് വരും. അപ്പോൾ പല പല വേരിയേഷൻസാണ് ഇതിൻ്റെ കാന്താ വർക്കിൻ്റെ പല വേരിയേഷൻസ്. അപ്പോൾ ഇതെല്ലാം ഓരോ ഓപ്ഷൻസാണ് നമുക്ക് ദുപ്പട്ടയിലും സാരിയിലും അതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഇനിയിപ്പോൾ ഈ ഫോട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ തന്നെ വേറൊരു പാറ്റേൺ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം.
ഇതിൻ്റെ ലീവ്സ് ഞാൻ 2 ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കാന്ത സ്റ്റിച്ച് തന്നെ, 2 മറ്റേ നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എടുക്കുമ്പോൾ അപ്പോഴും ഞാൻ സിംഗിൾ സ്റ്റാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏത് വേണമെങ്കിലും നമ്മളുടെ ഒരു താല്പര്യം അനുസരിച്ച് സമയം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടു നോക്കൂ ഇതെങ്ങനെയാണ് ഞാൻ ലീവ്സ് ഇതിൻ്റെ പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു പാറ്റേൺ ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. അത് നമ്മളുടെ ഒരു ഉചിതം പോലെ, നമ്മളുടെ ഒരു ഇഷ്ടം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ പോലെ നമുക്കത് ഡിഫറെൻ്റ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ 3 ലൈൻസാണ് ചെയ്തിരിക്കുന്നത്. ആ 3 ലൈൻസിനും ഇടയിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് വിടുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. സിംഗിൾ കളർ ത്രെഡ് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു യെല്ലോയും കൂടെ അതിൻ്റെ മിഡിലിൽ കുറച്ച് യെല്ലോയുടെ കളറ് വരുത്താൻ വേണ്ടി അങ്ങനെ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ താല്പര്യം അനുസരിച്ച് പല പല കളേഴ്സ് മാറ്റി പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.